അങ്ങനെ വൈൽഡ് കാർഡ് എൻട്രി 5 വൈൽഡ് കാർഡ് എൻട്രി ചെയ്തു. അപ്പം അതിൽ 2 പെണ്ണുങ്ങളും 3 ആണുങ്ങളുമാണ്. അപ്പൊ അതിൽ എനിക്ക് ഏറ്റവും ആക്റ്റീവായിട്ട് തോന്നിയ ഇന്നത്തെ ഇത് വെച്ചിട്ട് മസ്താനി ഭയങ്കര ആക്റ്റീവായിരുന്നു, ജിഷിൻ ആക്റ്റീവായിരുന്നു, പ്രവീണിന്റെയും സാബുമോന്റെയും വലിയ സംഭവം ഒന്നും കണ്ടില്ല, ജസ്റ്റ് ഒരു നോർമൽ, ആദ്യത്തെ ദിവസമല്ലേ ആയിട്ടുള്ളൂ. പിന്നെ ലക്ഷ്മി കിച്ചണിലൊക്കെ കുറച്ച് ആക്റ്റീവാണ്, കുറച്ച് കാര്യങ്ങളൊക്കെ ഇനി സംസാരിച്ച് ഞാൻ ലൈവ് കണ്ടപ്പോൾ എനിക്ക് തോന്നി അവർ ആക്റ്റീവാണ്. അപ്പൊ ഇത്രയും പേരാണ് എൻട്രി ചെയ്തെടുത്തോ. ഇല്ല, മസ്താനി എൻട്രി ചെയ്ത് കഴിയുമ്പോൾ തന്നെ 2 കാര്യങ്ങൾ പൊട്ടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് കാര്യം, നമ്മുടെ അക്ബർ ആൻഡ് ടീം നോമിനേഷൻ ഡിസൈഡ് ചെയ്യുന്ന കാര്യം അത് പുറത്തു വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ കാര്യം, രേണു സുധീനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റി. ഓ മൈ ഗോഡ്, കോൺട്രവേഴ്സി കാര്യമാണ് പറഞ്ഞ പുള്ളിക്കാരി. അത് പറയണമെന്ന് വെച്ചാൽ പറയണ്ടായിരുന്നു, പക്ഷെ രേണു അതിനുശേഷമാണ് ഒന്ന് ആക്റ്റീവ് ആയത്. അപ്പൊ രേണുവിന് ട്രിഗർ ചെയ്യാൻ പറ്റിയ ഒരാളെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ആര്യന്റെ ജിസലിന്റെ കാര്യം കുറച്ച് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടെന്നാണ് ലാസ്റ്റ് കോൺവെർസേഷൻ എനിക്ക് മനസ്സിലായത്. അത് മിക്കവാറും അനുമോളൊക്കെ എടുത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കത് ബാക്ക് ഫയർ ചെയ്യും. കാരണം എന്താ അറിയോ, നമ്മള് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നമ്മുടെ തന്നെ നല്ലൊരു നിലനിൽപ്പ് പോകുന്നുണ്ടല്ലോ, അത് വെറുതെ എന്തിനാ ഡിസ്ട്രോയ് ചെയ്യുന്നത്, അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ പക്ഷെ മസ്താനി എന്തായാലും അവിടെ ട്രിഗർ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് അങ്ങോട്ട് പോയാൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ജിഷിൻ ഇതുപോലെ തന്നെ ആക്റ്റീവാണ്, ആള് സംസാരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരു അയാളുടെ എന്താണ് നമ്മുടെ അങ്ങോട്ട് ഇതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പ്രത്യേകിച്ച് അനീഷിനെ കുറിച്ച് പറഞ്ഞത് എനിക്ക് വളരെ ഇഷ്ടമായി. ആദ്യത്തെ ആഴ്ചയിലുള്ളതാണ്. ഇപ്പൊ അനീഷ് അപ്പൊ ഒരു ക്ലൂ ഇട്ടിട്ടുണ്ട്, ഇപ്പൊ ഞാൻ ആക്റ്റീവ് അല്ല. അപ്പൊ അനീഷ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, കുറച്ച്. പക്ഷെ പോയിന്റ് കറക്റ്റ് ആയിട്ട് പറഞ്ഞില്ലെങ്കിൽ അനീഷിന് പിന്നെയും ബാക്ക് ഫയർ ചെയ്യും കേട്ടോ. കാരണം എക്സ്പെഷ്യലി കിച്ചണിലെ കേസിൽ അനീഷ് അവിടെ ലക്ഷ്മി പറയുന്നുണ്ട് കിച്ചണിൽ നിന്ന് സംസാരിക്കരുത്. അത് വളരെ വാലിഡ് പോയിന്റ് ആണ്. എന്തിനാണ് കിച്ചണിൽ നിന്ന് ഉറക്കെ സംസാരിച്ച് അതിലേക്ക് തെറിക്കൊക്കെ ചെയ്യില്ലേ? പക്ഷെ അനീഷ് അവിടെ കേൾക്കുന്നില്ല. അനീഷിന്റെ സ്ട്രാറ്റജി. പക്ഷെ നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ പോയിന്റ് ഇല്ലെങ്കിൽ അത് ബാക്ക് ഫയർ ചെയ്യാം. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ അനീഷ് പതുക്കെ ആക്റ്റീവ് മോഡിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു വൈൽഡ് കാർഡ് എൻട്രി ചെയ്യാൻ പറ്റിയ സമയമായിരുന്നു കേട്ടോ. കാരണം ഇങ്ങനെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കളിയൊക്കെ ഒരു വല്ലാത്തൊരു കളി. ആരുമില്ല ഫേവറേറ്റ്. ആരും ഫേവറേറ്റ് ആയിട്ടുള്ളത് ഇല്ല. ഈ ഒരു മാസമായി. എന്നിട്ടും എല്ലാവരും ഭയങ്കര കൺഫ്യൂസ് മോഡിൽ. അതായത് ഒരു ദിവസം ഒരാൾ നന്നായിട്ട് കളിച്ചാൽ മറ്റു ദിവസം വേറൊരാള് മോശമായിട്ട് കളിക്കും. അത് അതേ ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഒരാളെ കുറിച്ച് നല്ലത് മാത്രം പറയാനില്ല അല്ലേ. അപ്പൊ അങ്ങനെ ഫേവറേറ്റ്സ് ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പൊ വൈൽഡ് കാർഡ് എൻട്രിക്ക് ഷൈൻ ചെയ്യാൻ പറ്റിയ അവസരമാണെന്ന് എനിക്ക് പറയുള്ളൂ. ശരിക്കും ഈ ഫസ്റ്റ് ആഴ്ച അവർക്ക്, കാരണം ഫസ്റ്റ് ആഴ്ച എന്ന കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഓൾറെഡി ആ ഇൻഫർമേഷൻ ഉണ്ട്. ആ ഫസ്റ്റ് ആഴ്ചയിൽ അവർക്ക് ആ ഇൻഫർമേഷൻസ് യൂസ് ചെയ്തിട്ട് അവർക്ക് കളിക്കാം, ആൾക്കാരെ ചൂസ് ചെയ്യാം, ആരുടെ എഗെയിൻസ്റ്റ് കളിക്കണം, ആരുടെ എഗെയിൻസ്റ്റ് നിൽക്കണം എന്നൊക്കെ അവർക്ക് നന്നായിട്ട് ചൂസ് ചെയ്യാം അല്ലേ. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് വൈൽഡ് കാർഡ് എൻട്രിക്ക് നല്ലൊരു ചാൻസ് ഉണ്ട്. ആരും ഫേവറേറ്റ്സ് ഇല്ലാന്നറിയാം. അപ്പം എന്തായാലും പൊങ്ങി വരാൻ പറ്റും. ഓക്കെ, ഗെയിം വൈസ്. ഇനി എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നെവിൻ. അപ്പൊ ക്യാപ്റ്റൻസിയിൽ നെവിനാണ് ക്യാപ്റ്റൻ. നെവിൻ ടാസ്ക് കളിച്ചു. ആ ടാസ്ക് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി നന്നായിട്ട് കളിക്കുന്നുണ്ട്. നെവിൻ ക്യാപ്റ്റൻ ആയിട്ടുണ്ട്. അപ്പൊ നെവിൻ അത് കഴിഞ്ഞിട്ടാണ് നോമിനേഷൻ വന്നത്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് നോമിനേഷൻ എല്ലാവരും വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. ഈ തവണ നോമിനേഷൻ എല്ലാവരും വരണം. കാരണം കഴിഞ്ഞ നോമിനേഷൻ കണ്ടിന്യൂ എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ശരിക്കും ഡിസപ്പോയിന്റ്മെന്റ് ആയിരുന്നു. എന്തിന് ഒന്നിലേ അത് മുഴുവൻ കളഞ്ഞിട്ട് ഒന്നുകൂടി നോമിനേറ്റ് ചെയ്യുക എന്നുള്ളൊരു അഭിപ്രായമായിരുന്നു. അപ്പൊ ബിഗ് ബോസ് എന്തായാലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. വൈൽഡ് കാർഡ് എൻട്രീസിനെ മാറ്റി നിർത്തി, നല്ല കാര്യം. ബാക്കിയുള്ളവരെ ക്യാപ്റ്റൻ മാറിയിട്ടുണ്ട്. ബാക്കി എല്ലാവരും നോമിനേഷനിൽ വന്നിട്ടുണ്ട്. വളരെ നല്ല കാര്യം എന്ന് ഞാൻ പറയുള്ളൂ. അതില് കുറച്ച് കൂടുതൽ ആൾക്കാരെ തന്നെ പുറത്താക്കണം എന്നാ പറയാം. കളിക്കാത്തവർ നിൽക്കണ്ട. രേണുവൊക്കെ ഇപ്പൊ കളിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ആ ഇപ്പൊ കാണിക്കുന്നത് ആണോ പുള്ളിക്കാരി കണ്ടിന്യൂ ചെയ്യണമെന്നോ നോക്കിയിട്ട് ഈ ആഴ്ചയിൽ ഇല്ലെങ്കിൽ പുള്ളിക്കാരി പോട്ടെ, കളിക്കാതെ നിൽക്കുക. പക്ഷെ വായ തുറന്ന് സംസാരിക്കുന്ന ആൾക്കാരെ അവർ നെഗറ്റീവ് ആയിക്കോട്ടെ, അവർ നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല അവർ സംസാരിക്കുന്ന എല്ലാ കാര്യം, പക്ഷെ സംസാരിക്കണ്ടേ. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ശരത്ത്, റെന, ഫാത്തിമ, ആര്യൻ, ഇവരൊക്കെ ഉണ്ടല്ലോ സംസാരിക്കുക. അവർ നെഗറ്റീവ് ആവുന്നുണ്ട്, അത് സത്യമാണ്. പക്ഷെ അവർ ആണ് കണ്ടന്റ് ഉണ്ടാക്കുന്നത്. അവർക്ക് എഗെയിൻസ്റ്റ് കളിച്ചിട്ടാണ് ബാക്കിയുള്ളവർ കണ്ടന്റ് ഉണ്ടാക്കുന്നത്. അവരൊക്കെ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും എനിക്കറിയില്ല. അവർ നിൽക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. പക്ഷെ കളിക്കാതിരിക്കുന്നവർ, ഒരു കാര്യം ചെയ്യാതിരിക്കുന്നത്, ഫോർ എക്സാമ്പിൾ ഒനിൽ ഒന്നും മിണ്ടുന്നില്ല. പിന്നെ നമ്മുടെ വേറെ അഭിലാഷ്, വേറെ കോൺട്രവേഴ്സീസിലൊന്നും പുള്ളിക്കാരനില്ല. പുള്ളിക്കാരന്റെ അഭിപ്രായമായിട്ട് ഇങ്ങനെ വരുന്നില്ല. എല്ലാവരുടെ കൂടെ ഇരിക്കുമ്പോൾ എന്തൊക്കെയോ സംസാരിക്കുന്നതല്ലാതെ നമുക്ക് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ പുള്ളിക്കാരൻ? അപ്പൊ അങ്ങനത്തെ സേഫ് ഗെയിമേഴ്സ് പോകട്ടെ എന്നാണ് എന്റെ ആഗ്രഹം. അല്ല, അവർ ഈ തവണ കളിക്കുവാണെങ്കിൽ ഗെയിം ചേഞ്ച് എപ്പോഴും ഉണ്ടാവുക. ഈ സ്റ്റാർട്ടിങ്ങിൽ വന്നിട്ടുള്ളൂ.
കളിക്കുന്നവര് നിൽക്കണം. അതിനിപ്പോ അഭിലാഷ് ഭയങ്കരമായിട്ട് കളിക്കുവാണ്, നോമിനേഷൻ വന്നിട്ടുണ്ട്, അപ്പൊ ഹി ഈസ് ഗോയിങ് ടു പ്ലേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമാണെങ്കിൽ വോട്ട് കൊടുക്കുക. കളിക്കാത്തവര് പോകണം, അത് ഉറപ്പാണ്. അത് അനീഷ ആയാലും ശരി, ആരായാലും ശരി. അതാണ് എൻ്റെ അഭിപ്രായം. ഇനി അടുത്ത് പറയാനുള്ളത്, നോമിനേഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ നൂറ ആക്റ്റീവ് മോഡിലേക്ക് വന്നത്. നൂറ ആക്റ്റീവ് ആണ് കേട്ടോ, ഭയങ്കര ആക്റ്റീവ് ആണ് പുള്ളിക്കാരി. ഇന്നലെ അപ്പൊ ഇന്നലത്തെ വിഷയം തൊട്ട് പറയാം. BB+ലുണ്ടായിരുന്ന വിഷയമാണ് ആദ്യമായിട്ടുണ്ടായത്. അത് വേറൊന്നല്ല, ആരെയോ ചവിട്ടി. ആരാന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാനത് കുറെ നേരം നോക്കി, എനിക്ക് മനസ്സിലായില്ല. ആര്യം പറയുന്നത് അനുമോള് ചവിട്ടി എന്നാണ്, പക്ഷെ അത് കാണുന്നില്ല കേട്ടോ. ഇത്രയധികം ക്യാമറകളില്ലേ, അതൊന്നും കാണാൻ പറ്റത്തില്ലേ, എനിക്കറിയില്ല. എപ്പിസോഡിൽ അത് ക്ലിയർ ആയിട്ടൊന്നും കാണുന്നില്ല. നമ്മളങ്ങനെ വിശ്വസിക്കുക, ആരെങ്കിലും ഒരാളെ വിശ്വസിക്കുന്നത്. ഇപ്പം 2 ടീം ഉണ്ടല്ലോ, ആരെങ്കിലും നിങ്ങൾ വിശ്വസിക്കുക. അപ്പൊ ആരൊക്കെയോ ചവിട്ടി എന്ന് പറഞ്ഞാൽ തുടങ്ങിയതാണ് സംഭവം. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഷൂസ് അറേഞ്ച്. അനുമോളുടെ സൈഡിൽ കുറച്ച് സ്പേസ് ഉണ്ടല്ലോ, അവിടെ പോയി ആര്യന് ഷൂസ് വെക്കണം, ഷൂസും കുറച്ച് സാധനങ്ങളും വെക്കണം എന്നുള്ളതാണ് സംഭവം. അപ്പൊ അനുമോള് സമ്മതിക്കുന്നില്ല, കാരണം അത് അവരുടെ സ്പേസ് ആണെന്ന് പറഞ്ഞിട്ട് എടുക്കുവാണ്. അത് അനുമോളുടെ സ്ട്രാറ്റജി, ഇത് ആര്യന്റെ സ്ട്രാറ്റജി. ആരാണെങ്കിൽ ഒന്നും ചിന്തിക്കാതെ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ആര്യൻ അത് വിട്ടുകൊടുക്കൂല, ആര്യൻ അവിടെ തന്നെ വെക്കണം. അങ്ങനെ പറഞ്ഞ് അവസാനം ഷൂസ് എടുത്ത് എറിയലായി. ഈ ഷൂസ് എറിഞ്ഞത് നേരെ പോയി നമ്മുടെ ആരുടെ അടുത്ത് വീണു, നമ്മുടെ അക്ബറിന്റെ ഇതിലേക്ക് വീണു. അത് ആരുടെ ഷൂ ആണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ, ഏതൊരു ഷൂ ആണെന്ന്, അതായത് ഷൂ ആണെന്ന് മനസ്സിലായി. അനുമോൾ എറിഞ്ഞതാണോ ഇനി നമ്മുടെ ആര്യൻ എറിഞ്ഞതാണോ എന്നുള്ളതൊന്നും മനസ്സിലാവുന്നില്ല എനിക്ക്. അക്ബർ പറഞ്ഞത് അനുമോളാണെന്നാണ്. അപ്പോഴേക്കും അവിടെ അക്ബർ വയലന്റായി. എനിക്ക് മനസ്സിലാവുന്നില്ല അക്ബർ അവിടെ എന്തിനാ വരുന്നത്. ഓൾറെഡി അവിടെ ഒരു ഇഷ്യൂ നടക്കുവാണ്, അതിലൊരു സംഭവമായിട്ടാണ് വന്നത്. അക്ബർ അവിടെ ചൂടായി തുടങ്ങി. മറ്റേ പാട്ടൊക്കെ പോയിട്ട് ഇപ്പൊ നല്ല ചൂടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ കയറി ഷാനവാസ് കയറി. ഇപ്പൊ ഷാനവാസും ഗ്രൂപ്പ് ഇപ്പൊ അനുമോളിലെ കൂടെ ആയിട്ടുണ്ട് കേട്ടോ. ഷാനവാസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, ഷാനവാസ് മറ്റേ ഒനീല് നമ്മുടെ അഭിലാഷ കൂടി അനുമോളിലെ കൂടെയാണ്. അപ്പൊ പ്രൊട്ടക്ടറായിട്ട് ഷാനവാസ് കയറി വന്നിട്ടുണ്ടായിരുന്നു. എന്തിനാണെന്നാവോ. എന്നിട്ട് ഷാനവാസ് ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് എതിർപ്പുണ്ട്. ഇന്നും ഷാനവാസ് അത് ചെയ്തു. വെറുതെ പോയി ഒരാളെ മുട്ടുക, ഷോൾഡർ കൊണ്ട് തട്ടുക, അത് ശരിയല്ല. എനിക്ക് ബിഗ് ബോസ് എന്താ വാണിംഗ് കൊടുക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ഷാനവാസ് ഇന്നലെ ചെയ്തു, പക്ഷെ ഇന്നും ഷാനവാസ് ചെയ്യുന്നുണ്ടായിരുന്നു. വേറൊരു സംഭവത്തിൽ എന്താണ്, മറ്റേ നോമിനേഷൻ ഡിസ്കസ് ചെയ്തു എന്നുള്ള സംഭവം നമ്മുടെ മസ്താനി പറഞ്ഞു കഴിഞ്ഞപ്പം അവിടെ ട്രിഗർ ആയിട്ട് ഷാനവാസ് അക്ബറിനെ പോയി തോളിൽ തട്ടുന്നുണ്ട്. അത് ശരിയല്ല, അത് തെറ്റാണ്, വളരെ തെറ്റാണ്. നമുക്ക് സംസാരിക്കാം, പറയാം, പക്ഷെ ഈ തട്ടിയും മുട്ടിയുള്ള കളിയുണ്ടല്ലോ, വളരെ മോശം. അപ്പൊ ഇന്നലത്തെ ഇൻസിഡന്റിൽ അതുണ്ടായിട്ടാണ് സ്റ്റാർട്ടിങ് തുടങ്ങിയത്. പിന്നെ ഭയങ്കര ബഹളമായിട്ട് ബിഗ് ബോസ് വിളിച്ച് ഇവൻ കുറച്ചു നേരം കൊണ്ടേ ഇരുത്തി എല്ലാരെയും ലിവിംഗ് റൂമിൽ ഇരുത്തിയിട്ടാണ് അത് സോൾവ് ആവാൻ നോക്കിയത്. അപ്പോഴാണ് നൂറ് ആക്റ്റീവ് ആയത്. എന്താ കാരണം എന്നറിയോ, ശരത്ത് വന്നു അതിന്റെ ഇടയ്ക്ക്, ഈ പ്രശ്നത്തിനിടക്ക്. ശരത്ത് വന്നപ്പോ അതില ചോദിച്ചു, നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങൾ എവിടെയായിരുന്നു എന്തോ ചോദിച്ചപ്പം ശരത്ത് എന്തോ ബാഡ് വേർഡ് യൂസ് ചെയ്തു, അതെന്തോ കാണിച്ചിട്ടില്ല, ബാഡ് വേർഡ് യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് നൂറയ്ക്ക് അവിടെ ട്രിഗർ ആയത്. നൂറ് അത് ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് ചെയ്തത്. നൂറ ക്വസ്റ്റ്യൻ ചെയ്യുമ്പം ഇതാണ് ഇവരുടെ കുഴപ്പം. എന്താണ് ശരത്തിനും ടീമിന്റെ കുഴപ്പം എന്ന് വെച്ചാൽ, ഒരാള് നമ്മൾ ആക്ച്വലി ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ആ തെറ്റ് സംഭവിച്ചത് സമ്മതിച്ച് സോറി പറഞ്ഞ് അവിടെ സോൾവ് ചെയ്യുന്ന പകരം ബാക്കി എല്ലാം ടീം അപ്പ് ചെയ്ത് നൂറയ്ക്ക് അഗേൻസ്റ്റ് പറയാൻ നിൽക്കുമ്പോഴാണ് അവിടെ പ്രശ്നം. മനസ്സിലായോ? അപ്പൊ അവരെ റെനയാണെങ്കിലും ജിസലാണെങ്കിലും ഒരു ചീത്ത വാർഡ് യൂസ് ചെയ്ത്, നമ്മുടെ ഫ്രണ്ട്സ് നമ്മൾ മോശമായിട്ട് വേറൊരാളെ മോശമായിട്ട് പറയുമ്പോൾ നമുക്ക് തെറ്റെന്ന് പറയാം. അത് പറയുന്നില്ല. ആ ഗ്രൂപ്പിസം കാരണമാണ് അവർക്കൊക്കെ ട്രിഗർ ആവുന്നത്. അപ്പം നൂറ ഭയങ്കരമായിട്ട് ഹൈപ്പർ ആയിട്ടുണ്ടായിരുന്നു. ഇന്നലെ കുറേ സംസാരിച്ചു നൂറ, നല്ല രീതിയിൽ റെനയായിട്ട് ഫൈറ്റ് ഉണ്ടായിരുന്നു. അത് തന്നെ ഇന്നും പിന്നെയും കണ്ടിന്യൂ ചെയ്താണ് ഞാൻ കണ്ടത്. നമ്മുടെ ഇവരെല്ലാരും വന്ന സമയത്ത് ഭയങ്കരമായിട്ട് ട്രിഗർ ചെയ്തിട്ട് റെനയോട് പറയുന്നുണ്ടായിരുന്നു. അതിൽ റെനേനെ നമ്മുടെ ജിസലിനെ ഷെർലാക്ക് അമ്മായി എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അത് ഒരുപാട് പ്രാവശ്യം ആകുമ്പോൾ നൂറയ്ക്ക് തന്നെ ബാക്ക് ഫയർ ചെയ്യും. 1-2 പ്രാവശ്യമൊക്കെ പറഞ്ഞു വിട്ടേക്കണം. അതാണ് എൻ്റെ അഭിപ്രായം. ഒരുപാട് പറയുമ്പോണ്ടല്ലോ, അതാണ് നെഗറ്റീവ് പോസിറ്റീവ് ആനും പോസിറ്റീവ് നെഗറ്റീവ് ആനും ഇത്ര സമയം വേണ്ട, നമുക്ക് ഇറിറ്റേഷൻ വരും ഓഡിയൻസിന്. പക്ഷെ നൂറ് സംസാരിച്ചു തുടങ്ങി. എന്തായാലും അതാണ് ഒരു ഗുഡ് ന്യൂസ്. നൂറ് സംസാരിച്ചു, നന്നായിട്ട് സംസാരിക്കും. റെനയ്ക്ക് അഗെയിൻസ്റ്റ് സംസാരിക്കും. ഇന്ന് റെന കരഞ്ഞു. ആ കുട്ടി ഇത്രയധികം പ്രതീക്ഷിച്ചില്ലെന്ന് തോന്നുന്നു. കാരണം ഇന്നലെ ഇതിന്റെ ഇഷ്യൂന്റെ ഇടയിൽ പുള്ളിക്കാരി എന്തോ ഈ ബോയ് ഫ്രണ്ടിന്റെ ഇഷ്യൂ ഇവര് എന്തോ വന്നു പറഞ്ഞപ്പം എന്റെ ബോയ് ഫ്രണ്ടിനെ ഷെയർ ചെയ്യാം, ഞാനും അത് കേട്ടു, എന്തോ ഷെയർ ചെയ്യാം എന്ന് പറഞ്ഞു എന്ന് കേട്ടു. അപ്പൊ ഇന്ന് അത് പിന്നെയും എടുത്തു വന്നപ്പം റെനയ്ക്ക് പിന്നെ അവസാനം പിടിച്ചു നിൽക്കാൻ പറ്റാതെ പുള്ളിക്കാരി കരഞ്ഞു. എന്തൊക്കെ പറഞ്ഞാലും അറ്റ്ലീസ്റ്റ് ഹ്യൂമൻ ആണ്, നമുക്ക് ഇമോഷൻസ് ഉണ്ടാവും, വിഷമം വന്നു, പുള്ളിക്കാരി തെറ്റുപറ്റിയെന്ന് മനസ്സിലായിട്ടാണ് കരഞ്ഞെന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷെ അത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ വെച്ചാൽ ഇല്ല, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും
രനയ്ക്കൊരു ഫീലിങ്സ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നൂറ പിന്നെയും പോയിട്ട് ഓക്കെ സാരില്ല വിട്ടേക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നൂറയുടെ ഗുഡ് സൈഡ് എന്നേ ഞാൻ പറയുള്ളൂ. അപ്പൊ ഇവരെന്തായാലും കളിച്ചു തുടങ്ങി. അപ്പൊ റെനേനെയും കുറച്ച് അവർക്ക് ട്രിഗർ ചെയ്ത് ഇതൊക്കെ ആക്കാൻ പറ്റിയിട്ടുണ്ട്. നല്ല കാര്യം. അപ്പൊ റെന ഇനി കുറച്ചൊന്ന് ഒതുങ്ങി കളിക്കും. പിന്നെ വൈൽഡ് കാർഡ് എൻട്രി വന്നതിന് ശേഷം കുറച്ച് ഫീഡ്ബാക്ക് എന്തായാലും വരും. അത് റെനയോട് അവർ തുറന്നു തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം ജിഷിനാന്ന് തോന്നുന്നു ഈ ഒച്ച കാരണം ഞാൻ മ്യൂട്ട് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തന്നെ റെനയ്ക്ക് മനസ്സിലാവും ആൾക്കാർക്ക് ഇറിറ്റേഷൻ ആണ്, നെഗറ്റീവ് ആണ് പോകുന്നത് എന്നൊരു ചെറിയൊരു ഐഡിയ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് റെന ഇനി കുറച്ച് മാറ്റി കളിക്കും എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. അപ്പൊ ഈ ആഴ്ച നോക്കും, റെന എന്തായാലും ആ നോമിനേഷൻ ഉണ്ട്, കളിക്കുവാണെങ്കിൽ നിർത്തുക. പോസിറ്റീവ് നെഗറ്റീവ് ആയിക്കോട്ടെ, പക്ഷെ ദേ ആർ പ്ലേയിങ് അല്ലേ, അവരെന്തോ ആയിക്കോട്ടെ, ഗെയിം കളിക്കുവാണ്. അപ്പൊ കുറച്ചാൾ നിൽക്കുക. ഇനി ആ കുട്ടി നെഗറ്റീവായി പോവാണെങ്കിൽ പോകുന്നതാണ് നല്ലത്. കാരണം വെച്ചാൽ പിന്നെ പിടിച്ചു കയറാൻ ഭയങ്കര പാടായിരിക്കും, ഭയങ്കരമായിട്ട് നെഗറ്റീവ് ആവുന്നുണ്ട്. അതാണ് പ്രശ്നം. പിന്നെ റെനയുടെ ഇഷ്യൂ ഇതായിരുന്നു. ഇനി ജിസലും അനുവിനും ജയിലിൽ വിടാനാണ് അടുത്ത സംഭവം. അപ്പൊ അവർ രണ്ടും പോയി സംസാരിക്കണം. അപ്പൊ നന്നായിട്ട് അവരെ പോകുന്നുണ്ട്. അനു ആദ്യം സ്റ്റാർട്ടിങ്ങിലൊക്കെ കുറച്ച് ബലപ്പെടുത്തൊക്കെ ഉണ്ടായെങ്കിലും പിന്നെ ഒന്ന് ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ഇടക്ക് ആര്യം കയറി വരുന്നുണ്ട്, അനീഷ് കയറി വരുന്നുണ്ട്. എന്തിനാണാവോ എനിക്കത് മനസ്സിലായില്ല. എന്തായാലും ഒറ്റയ്ക്കിരുന്ന് അവർ സംസാരിക്കണം എന്നാണ് അവരുടെ റൂള്, 2 മണിക്കൂർ അത് സംസാരിച്ച് തീർക്കട്ടെ. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നില്ല കേട്ടോ അവരുടെ തമ്മിലുള്ള ആ ഇഷ്യൂ തീരാനൊന്നും പോകുന്നില്ല. ഉറപ്പായിട്ട് അത് കണ്ടിന്യൂ ചെയ്യും. എന്തായാലും ജിസലിന് വേറെ ഗെയിം സ്ട്രാറ്റജി ഇനി വരുന്ന കണ്ടസ്റ്റന്റ്, അതായത് ഇനി വന്ന കണ്ടസ്റ്റൻസ് ഉണ്ടല്ലോ, ഇപ്പൊ ലക്ഷ്മി ആയാലും ആരോടെങ്കിലും എഗെയിൻസ്റ്റ് കളിക്കാൻ പറ്റിയ ഒരു പക്ഷെ അനുമോളെ സൈഡാക്കാം, അല്ലെങ്കിൽ അത് എന്തായാലും കണ്ടിന്യൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ അനുമോൾ പിന്നെയും ജിസലും ആരെയും എഗെയിൻസ്റ്റ് ഒക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ അത് സോൾവ് ഒന്നും ആവില്ല, അത് അവർ പിടിച്ചു നിൽക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇതിലെനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ എന്താണ് മസ്താനിയും രേണുവും തമ്മിൽ ഒരു സംഭവം ഉണ്ടായല്ലോ, ഫൈറ്റ്. അത് ബേസിക്കലി പുള്ളിക്കാരെ ട്രിഗർ ചെയ്തത്. പക്ഷെ ചില കാര്യങ്ങൾ മസ്താനി പറയുന്നത് നമുക്ക് സെൻസിറ്റീവ് ആണ്. ഇത് ബിഗ് ബോസ് ഷോ ആണ്, നമുക്കറിയാം അവരെങ്ങനെയാണ് ഫേമസ് ആയത്, രേണു സുധീന്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷെ പറയണ്ടേ ചില കാര്യങ്ങൾ വിഷയങ്ങൾ പറയാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇറ്റ്സ് വെരി സെൻസിറ്റീവ് അല്ലേ. അപ്പം രേണു പക്ഷെ ട്രിഗറായി ആക്റ്റീവായി എന്നുള്ളത് വേറെ വിഷയം, അത് വേറെ സംഭവം. അപ്പം എന്തായാലും കുറച്ചു പേരൊക്കെ ഇങ്ങനെ ആക്റ്റീവ് ആയിട്ടുണ്ട്, നല്ലതായിട്ട് കുറെ പേർക്ക് ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ബിന്നിയൊക്കെ കുറച്ച് മാറ്റുമോ കളി എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. കാരണം ചപ്പാത്തി കളിയുടെ കേസും കോഫി കളിയുടെ കേസൊക്കെ ബിന്നി ഇങ്ങനെ എടുത്ത് പറയുന്നുണ്ട്. പതുക്കെ ജിസലിന് അഗെയിൻസ്റ്റ് പോകുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ആവാം. അവർക്ക് ഫീഡ്ബാക്ക് കിട്ടും. എന്തായാലും അവർക്ക് എങ്ങനെയും മനസ്സിലാവും നെഗറ്റീവ് ഗ്രൂപ്പ് ഏതാണ്, പോസിറ്റീവായിട്ട് പോകുന്ന ഗ്രൂപ്പ് ഏതാണെന്ന് ഫീഡ്ബാക്ക് കിട്ടും, അവർ കളി മാറ്റും. അപ്പൊ ഈ ആഴ്ച നമുക്ക് നോക്കാം എങ്ങനെ പോകുന്നു എന്നുള്ളത്. എന്തായാലും എല്ലാവരും നോമിനേറ്റഡ് ആണ്. അപ്പൊ ഇതിൽ കളിക്കുന്നവർ നിൽക്കട്ടെ, കളിക്കാത്തവർ പോട്ടെ, ഞാൻ എന്നും പറയുന്ന കാര്യമാണ്. അല്ലാതെ നെഗറ്റീവ് ആവുന്നവർ പോട്ടെ എന്ന് ഞാൻ പറയില്ല. കാരണം ഇത് ബിഗ് ബോസ് ഗെയിമാണ്, ഇതിൽ നെഗറ്റീവും ഉണ്ടാവും പോസിറ്റീവും ഉണ്ടാവും. ഇന്ന് നെഗറ്റീവ് ആയിരിക്കുന്ന ആള് നാളെ പോസിറ്റീവ് ആവാൻ സാധ്യതയുള്ള ഒരു ഗെയിമാണിത്. അപ്പൊ അങ്ങനെ പറയുന്നതിൽ ഒരു അർത്ഥമില്ല. ഗെയിം കളിക്കുന്നവർ കളിക്കട്ടെ, ഒന്നും മിണ്ടാതെ ഒരു കോൺട്രിബ്യൂഷനും ഒരു കണ്ടന്റും കൊടുക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവര് പോട്ടെ, അതാണ് കറക്റ്റ്. ജസ്റ്റ് നമ്മൾ ബിഗ് ബോസ് ഷോയിനോടും കൂടി ജസ്റ്റിസ് ചെയ്യണ്ടേ, അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഉണ്ടായത്. വേറെ ഒന്നുമില്ല. നിവിൻ ക്യാപ്റ്റൻ ആയപ്പോ നമുക്ക് ക്യാപ്റ്റൻസി എങ്ങനെയുണ്ടെന്ന് നോക്കാം. എനിക്ക് അറിഞ്ഞൂടാ. നിവിൻ എന്തായാലും പുള്ളിക്കാരൻ വേറൊരു മോഡാണ് കേട്ടോ, ഒരു എന്റർടൈൻമെന്റ് മോഡാണ്. അപ്പൊ എന്റർടൈനർ ആയിട്ട് നിൽക്കട്ടെ. നാളെ ഓണം സെലിബ്രേഷൻ ഒക്കെ ആയിട്ടാണ് അവർ കാണിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഇനി ആര്യന്റെ എന്തൊക്കെയാവും അറിയില്ല. ഇനി ആര്യനെ ജിസലിന്റെ ഇഷ്യൂ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എന്തിനാണ് ബിഗ് ബോസ് ടെലികാസ്റ്റ് ചെയ്തത് തന്നെ എനിക്കറിയില്ല. ഇനിയിപ്പം അതൊരു കോൺട്രവേഴ്സി ആക്കാനാണോ, നമ്മൾ കാണാത്ത കാര്യമാണ്. ഞാൻ ലൈവിലൊന്നും ഒന്നും കണ്ടിട്ടില്ല. കണ്ടവരുണ്ടെങ്കിൽ പറയും, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ എനിക്ക് അതിനെക്കുറിച്ച് പറയാനും താല്പര്യമില്ല. മാത്രമല്ല നമ്മൾ ഈ വേണ്ടാത്ത കാര്യം ഡിസ്കസ് ചെയ്യാതിരിക്കുക, അത് വലിയൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. എപ്പോഴാണ് ബാക്ക് ഫയർ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. എന്തിനാണ് നമ്മൾ സമൂഹത്തിന് എല്ലാവരും നന്നാക്കാൻ പറ്റില്ല. ആൾക്കാരെന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് അതിനെക്കൊണ്ട് കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾ അവിടെ മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. അതെന്ത് ഡിസ്റ്റർബൻസ് ആണ്. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പോവുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പം എല്ലാവരും അടുത്ത എപ്പിസോഡ് കാണുന്നവരെ ശരി, എന്നാ ബൈ.